എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ 10 കൊല്ലമാണ്. കാര്യം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റി. ഒരു ചെറിയ കാര്യം എന്നെപ്പറ്റി ആയതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ശരിക്കും KB ഗണേഷ് കുമാർ, ഞങ്ങളെല്ലാം ഗണേശൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയണം. കാരണം അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, പല മന്ത്രിമാരും, നേരത്തെ ഉള്ള പല മന്ത്രിമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർ തോറ്റുപോയ ചരിത്രമേ ഉള്ളൂ. പരസ്യമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നന്നാവത്തിൽ, ഒരിക്കലും നമുക്ക് ലാഭത്തിലേക്കോ അല്ലെങ്കിൽ നല്ലതിലേക്കോ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മേഖലയാണ്, ഒരു വകുപ്പാണ് എന്ന് പറഞ്ഞ് പലരും കൈയൊഴിയുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യം ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ശരിക്കും ഒരു MLA ആകാൻ വേണ്ടി, സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ച് പകുതി വഴി വെച്ച് മന്ത്രിയാകുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നത്. ആ ടേം തന്നെ അദ്ദേഹം തൻ്റെ വിഷനും തൻ്റെ ഇച്ഛാശക്തിയുമൊക്കെ ഉപയോഗിച്ച് വലിയൊരു മാറ്റം ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്, ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഗണേശനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണല്ലോ, ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സത്യസന്ധമായി എൻ്റെ അടുത്ത് പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ അടുത്ത് ആയതുകൊണ്ടായിരിക്കും അത്രയും സത്യസന്ധമായിട്ട് പറയുന്നത്, എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ നിന്ന ഓഫീസർമാരുടെ കഴിവാണ്, എനിക്ക് നല്ല ഓഫീസർമാരെ കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന്, എന്തും കാര്യങ്ങളും വെട്ടിത്തുറന്നതിന്, നല്ലതും ചീത്തയും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നും മനസ്സിൽ വെച്ചേക്കത്തില്ല. എന്നാൽ ഇപ്പോൾ ആ പുസ്തകം എടുത്തു തന്നു, വളരെ വ്യക്തമായ സത്യസന്ധമായ കണക്കാണ് എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പിനെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നല്ല ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു. പണ്ടത്തെ പോലെയല്ല, പണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രിയായത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കലാകാരന്മാരും സിനിമാക്കാരെല്ലാവരും കൂടെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം എറണാകുളത്ത് വെച്ച് നടത്തിയുണ്ടായി. അപ്പോൾ എല്ലാവരും ഗണേശ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇനി എന്ത് വിളിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ അവിടെ നിന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ, ബഹുമാനപ്പെട്ട ഗണേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അദ്ദേഹം മൈക്കിൽ കൂടെ പറഞ്ഞ്, ഞാൻ പഴയ ഗണേശൻ തന്നെയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഗണേശ എന്ന് വിളിച്ചാൽ മതി, കാര്യം ഇതെൻ്റെ കുടുംബമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇത്രയും ഗംഭീരമായിട്ട്, കാര്യം ഒരു ഭരണാധികാരി, ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം, അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തിയും വേണം. ഇത് രണ്ടും ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു നേതാവാകുന്നതും മന്ത്രിയാവുന്നതും. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരുപാട് ഭാഗ്യവും കൂടെ തുണച്ചപ്പോൾ നമ്മുടെ KSRTCൻ്റെ ഒരു മുഖച്ഛായ തന്നെ അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ സിനിമാ നടൻ എന്നുള്ള നിലയിൽ MLAയോ മന്ത്രിയോ, എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, MLA ആയാൽ പല കാര്യങ്ങളുമുണ്ട്. 10 കൊല്ലം മുമ്പ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, ഒരു സിനിമാ നടൻ എന്ത് ചെയ്യാൻ കഴിയും, സിനിമാ നടന് MLA പണി എങ്ങനെ ചെയ്യാൻ കഴിയും. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. എന്നാൽ ഇന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഈ MLA സ്ഥാനം വിട്ട് പോകുമ്പോൾ അഭിമാനത്തോടുകൂടി എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ, എനിക്കെന്നും മധുരിക്കുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള 10 കൊല്ലമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ 10 കൊല്ലമാണ്. കാര്യം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റി. ഒരു ചെറിയ കാര്യം എന്നെപ്പറ്റി ആയതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്, വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ കൊല്ലത്തിൻ്റെ തന്നെ പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ശ്രീ തങ്കപ്പൻ സാറിൻ്റെ മകൻ, അദ്ദേഹം TD ദത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എന്നെ 2 ആഴ്ച മുമ്പ് വിളിച്ച് പറഞ്ഞു, എനിക്കൊരു കാര്യം, ഒരു ഉപകാരം ചെയ്യണം, ആൾ UDF ആണെന്ന് ഓർക്കണം, LDF അല്ല.
ഞാൻ ചോദിച്ചു എന്ത് കാര്യമാണ് ദത്തന് വേണ്ടത്? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടാണ്. അല്ല, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ കൊല്ലത്തെ MLA-മാരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി വരികയായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ വലിയ ശിലാഫലകത്തിൽ പേരൊന്നും കാണുന്നില്ല ഒരു MLA-യുടെയും. അപ്പം മുകേഷിൻ്റെ പേര് എത്ര ശിലാഫലകത്തിലുണ്ട് എന്നൊന്ന് കണക്ക് കൂട്ടിത്തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, ചിന്തിക്കണം. അത് നമ്മൾ കൊല്ലംകാരുടെ ഒരു ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ഇങ്ങനെ കാണിക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ദത്തനൊരാഗ്രഹം പ്രകടിപ്പിച്ചു. അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 3-4 ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് ടോട്ടലായിട്ട് 69 ശിലാഫലകത്തിൽ MLA-യുടെ പേരുണ്ട്. വളരെ കുറവാണ്. വളരെ ബാക്കിയുള്ള 3-4 ഒക്കെ ഉള്ളൂ പല സ്ഥലത്തും. ഇവിടെ ഈ 10 കൊല്ലം കൊണ്ട് 69 ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കാൻ ഇന്നും അതൊരു ശിലാഫലകമായി എൻ്റെ മനസ്സിൽ നിൽക്കും. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. സിനിമാ നടനായതുകൊണ്ടാണ്. അടുത്ത സമയത്ത് ഞാൻ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി നല്ല പച്ചയ്ക്ക് പറഞ്ഞു, ഈ സിനിമയൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നതല്ല, കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. അപ്പം ഞാൻ അടിച്ചു വിട്ടിരുത്തി. ഞാൻ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഞാൻ അമാനുഷികനൊന്നുമല്ല. എന്നാലും ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് നാളുണ്ട്. അതിനകത്ത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കാം. ഏത് സ്ഥലമാണ്, ഏത് പ്രശ്നമാണ് നിങ്ങൾ ഊന്നി പറയുന്നത്? പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ കൊല്ലത്ത് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എവിടെയാണ്? ഞാൻ മലബാറിലാണ്. ഞാൻ പറഞ്ഞു, കൊല്ലത്ത് വരാതെയാണോ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത്? അത് പിന്നെ കുറേ പേരൊക്കെ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളും എഴുതിയോ? ഞാനും ഇടയ്ക്കിടയ്ക്ക് എഴുതും. കൊല്ലത്ത് എന്തെങ്കിലും ചെയ്തിട്ട് പോടേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ സത്യസന്ധമായ ഒരു കാര്യം. ഒന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തായാലും നിങ്ങൾ എഴുതുന്നു, ഞാനൊരു സിനിമാ നടനല്ലേ? അതെ, സിനിമാ നടനായതുകൊണ്ടാണ് ഒരുപാട് പേര് കാണുന്നതും വായിക്കുന്നതും ഒക്കെ കമൻ്റ് എഴുതുന്നതൊക്കെ. ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും കൂടിയൊക്കെ നല്ലതും കൂടെ പറയണ്ടേ? ലൈക്കില്ല. നല്ലത് എഴുതി നോക്കി ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. ചീത്ത എഴുതി കഴിഞ്ഞാൽ അപ്പം തള്ളി കയറുകയാണ്. അപ്പോൾ പിന്നെ ചീത്ത എഴുതുന്നതല്ലേ നല്ലത്? ഇത് സത്യസന്ധമായ കാര്യമാണ്. കൊല്ലത്തിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത, കൊല്ലത്ത് ഒരിക്കൽ പോലും വരാത്ത ആൾക്കാരാണ് ഒരു കാര്യവുമില്ലാതെ കൊല്ലത്തെ പറ്റിയും കൊല്ലത്തിൻ്റെ MLA പറ്റിയൊക്കെ എഴുതുന്നെന്നുള്ള ഒരു തിരിച്ചറിവും അത് മനസ്സിലാക്കിയപ്പോഴും അതും ഒരു മധുര സ്മരണയുമായിട്ട് ശിലാഫലകത്തിൽ എഴുതി മനസ്സിൽ വെക്കാൻ സാധിച്ചു. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബാലഗോപാൽ, ഗണേശൻ എന്ന ഞങ്ങളുടെ KB ഗണേഷ് കുമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊല്ലംകാരൻ എന്ന നിലയിൽ, MLA എന്ന നിലയിൽ പിന്നതാണ്, കൊല്ലംകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.